സംവരണവിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ ആളിക്കത്തിയ കലാപം പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ രാജിയിലും പിന്നീട് പലായനത്തിലേക്കുമാണ് നയിച്ചത്. അതായിരുന്നു അവസാനം. ഐക്യരാഷ്ട്രസഭ പുറത്തിറക്കിയ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 650ഓളം ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ സംഘർഷത്തിന് പിന്നാലെ നോബൽ സമ്മാന ജേതാവും സാമ്പത്തിക വിദഗ്ധനുമായ മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കുകയും ബംഗ്ലാദേശ് വീണ്ടും ശാന്തമാവുകയുമാണ് പ്രധാനമായും ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഹിന്ദു പുരോഹിതൻ ചിന്മോയ് കൃഷ്ണദാസിന്റെ അറസ്റ്റോടുകൂടി ബംഗാൾ വീണ്ടും ഒരു പ്രതിഷേധമായി മാറിയിരിക്കുകയാണ്. 3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ബംഗ്ലാദേശ് ഒരു കലാപഭൂമിയാകുമെന്നാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന പ്രധാന കാര്യം. ഇന്ത്യ അടക്കം രൂക്ഷമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ചിന്മോയ് കൃഷ്ണദാസിന്റെ അറസ്റ്റ് യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു എന്ന ചോദ്യം ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട്. ചിന്മോയ് കൃഷ്ണദാസ് എന്ന വ്യക്തി മതസ്ഥാപനമായ ബംഗ്ലാദേശ് സനതൻ ജഗരൻ മഞ്ജു ബംഗ്ലാദേശ് സൊമിലിറ്റോ ശങ്ക ലോഗു ജോട്ടും ചേർന്ന് രൂപീകരിച്ച പുതിയ സഖ്യമായ ബംഗ്ലാദേശ് സൊമിലിറ്റോ സനാതൻ ജഗരൻ ജോട്ടിന്റെ വക്താവാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിന്റെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടനയാണിത്. പ്രധാനമായും ബംഗ്ലാദേശിലെ ഗൗഡിയ വൈഷ്ണവ ഹിന്ദു റിലീജിയസ് ഓർഗനൈസേഷനായ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യനസിന്റെ നേതാവ് കൂടിയാണ് പ്രധാനമായും കൃഷ്ണദാസ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, മാസങ്ങൾക്ക് മുമ്പ് വരെ ചിന്മോയ് കൃഷ്ണദാസ് ബംഗ്ലാദേശിൽ പ്രശസ്തനായിരുന്നില്ല. എന്നാൽ ശരിക്കും സംഭവിച്ചത് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള പ്രതിഷേധം അദ്ദേഹത്തെ നേതാവാക്കി മാറ്റിയെന്നതാണ്. കൃഷ്ണദാസിനുണ്ടായ പ്രധാന നേട്ടം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞുവെന്നതുമാണ്. ബംഗ്ലാദേശ് ദേശീയ പതാകയെ അപമാനിച്ചുവെന്നാരോപിച്ചാണ് നിലവിൽ കൃഷ്ണദാസിനെയും 18 പേരെയും പ്രധാനമായും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒക്ടോബർ 30-നാണ് ചട്ടോഗ്രാമിലെ കോത്വാലി പോലീസ് സ്റ്റേഷനിൽ സംഭവത്തിനാസ്പദമായ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പ്രധാനമായും കേസ് രജിസ്റ്റർ ചെയ്തത് ന്യൂ മാർക്കറ്റ് പ്രദേശത്ത് നടത്തിയ ഹിന്ദു വിഭാഗക്കാരുടെ റാലിക്ക് ശേഷമാണ് പോലീസ് കൃഷ്ണദാസിനെ രാജ്യദ്രോഹം കുറ്റം ചുമത്തിയത്. എന്നാൽ തിങ്കളാഴ്ച കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതോടെ സ്ഥിതി വളരെയധികം വഷളായി മാറി. കൃഷ്ണദാസിനെ ബലമായി പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നുവെന്നാണ് സംഭവ സമയത്ത് അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന കുശാൽ ഭരൺ ചക്രവർത്തി വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം കൃഷ്ണദാസിനെ ചിറ്റോഗോങ്ങിലെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ കോടതി വളപ്പിൽ കൃഷ്ണദാസിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഒത്തുചേർന്നത്. എന്നാൽ കോടതി ജാമ്യാപേക്ഷ നിരസിക്കുകയും ജയിലിൽ അടയ്ക്കാൻ ഉത്തരവിടുകയും ചെയ്യുകയുണ്ടായി. തുടർന്ന് പ്രതിഷേധക്കാർ ജയിലിൽ വാൻ തടയുകയും പോലീസ് അവർക്ക് നേരെ കണ്ണീർവാതക ഷെല്ലുകളും ഗ്രനേഡുകളും മറ്റും പ്രയോഗിക്കുകയും ചെയ്തു. ഇതോടെ സംഘർഷം വളരെയധികം രൂക്ഷമായി മാറി. 2 മണിക്കൂറോളം സമയമെടുത്താണ് കൃഷ്ണദാസിനെ ജയിലിൽ അടയ്ക്കാൻ സാധിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. പിന്നീട് നിരവധി സംഘടനകളാണ് കൃഷ്ണദാസിന്റെ മോചനം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സംഘടനയായ ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിൽ കൃഷ്ണദാസിനെ അറസ്റ്റിനെ അപലപിക്കുകയും അദ്ദേഹത്തിന് ഉടനടി വിടാൻ ആവശ്യപ്പെടുകയും ചെയ്ത് രംഗത്തെത്തുകയുണ്ടായി. എന്നാൽ ഈ സംഭവവികാസങ്ങൾ ബംഗ്ലാദേശിനെ വീണ്ടും കലാപവേദിയാക്കുമെന്ന ആശങ്കകളും പലതരത്തിൽ ഉയരുകയുമുണ്ടായി. അറസ്റ്റിന് പിന്നാലെയാണ് ചിറ്റോഗോങ്ങിൽ നടന്ന സംഘർഷത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ സൈഫുൽ ഇസ്ലാം അലീഫ് കൊല്ലപ്പെട്ടത് വലിയ തോതിൽ ആശങ്കയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. കൃഷ്ണദാസിന്റെ അറസ്റ്റ് അയൽരാജ്യമായ ഇന്ത്യയിലും വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് അപലപിച്ച് രംഗത്തെത്തിയിരുന്നു. ബംഗ്ലാദേശിലെ തീവ്ര ചിന്താഗതിക്കാർ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ നടത്തുന്ന നിരവധി ആക്രമണങ്ങളെ തുടർന്നുള്ള സംഭവമാണിതെന്നാണ് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രധാനമായും വ്യക്തമാക്കുന്നത്. ഹിന്ദുക്കളുടെ സമാധാനപരമായ പ്രതിഷേധത്തിനെതിരെയുള്ള ആക്രമണമാണിതെന്നും ഈ പ്രസ്താവനയിൽ പരാമർശിക്കുന്നുണ്ട്. ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷയും സമാധാനപരമായി യോഗം ചേരുന്നതിനും അഭിപ്രായ പ്രകടനത്തിനുമുള്ള അവകാശം ഉറപ്പാക്കണമെന്നും ബംഗ്ലാദേശിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയണമെന്ന് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാണും ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിന് വേണ്ടി ഇന്ത്യൻ സൈന്യം രക്തം ചൊരിഞ്ഞിട്ടുണ്ടെന്നും ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ ആക്രമിക്കുന്നതിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഐക്യരാഷ്ട്ര സഭയടക്കം ഇടപെടണമെന്നും അദ്ദേഹം ശക്തമായി വാദിച്ചു. പശ്ചിമബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊൽക്കത്തയിൽ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ ഓഫീസിലേക്കും പ്രതിഷേധം നടത്തുകയുണ്ടായി. എന്നാൽ തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ പ്രതികരണത്തിന് വിമർശനവുമായി ബംഗ്ലാദേശും രംഗത്തെത്തിയിരുന്നു. ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യമാണിതെന്നും കൃഷ്ണദാസിന്റെ അറസ്റ്റിനെ ചിലർ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും ബംഗ്ലാദേശ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇന്ത്യയുടെ പ്രസ്താവന വസ്തുതകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതാണെന്നും അയൽരാജ്യങ്ങൾ തമ്മിലുള്ള ധാരണകൾക്ക് വിരുദ്ധമാണെന്നും ബംഗ്ലാദേശ് വ്യക്തമാക്കുകയും ചെയ്തു. എല്ലാ മതവിഭാഗങ്ങൾക്കുമിടയിൽ ജനങ്ങളിൽ നിലനിൽക്കുന്ന വിശ്വാസവും പ്രതിബദ്ധതയും ഇന്ത്യയുടെ പ്രസ്താവനയിൽ പ്രതിഫലിക്കുമെന്നുള്ള വിമർശനവും ബംഗ്ലാദേശ് ഉയർത്തുകയുണ്ടായി. ഇസ്കോൺ മതമൗലികവാദ സംഘടനയാണെന്നാണ് ബംഗ്ലാദേശ് സർക്കാർ പ്രധാനമായും വ്യക്തമാക്കുന്നത്.
ഇസ്കോണിനെ രാജ്യത്ത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശിലെ ഒരു ഹൈക്കോടതിയെ സർക്കാർ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്.